ഇദ്ദേഹത്തോട് ചോദിച്ചു, പണ്ഡിതനെന്ന ഭാവേന ജ്യേഷ്ഠനായ അഗ്നിഹോത്രി, എന്താണ് ഈ ഉരുട്ടിക്കയറ്റി കീഴ്പ്പെട്ട് വിടുന്നതിൻ്റെ അർത്ഥം എന്ന്. ഈ ഭ്രാന്തിൻ്റെ അർത്ഥം എന്താണ് നാരായണ ചോദിച്ചപ്പോൾ നാരായണൻ പറഞ്ഞു, അർത്ഥമുള്ളതെല്ലാം ഭ്രാന്താണെന്ന്. തത്വശാസ്ത്രം ലോകത്തിന് കാണിച്ചു കൊടുത്ത 12 മക്കളിൽ പുകഴ്പെറ്റ നാരായണൻ, അതുപോലെ തന്നെ മുളയുടെ ചോട്ടിൽ വാക്കനാരുടെ വംശമാകിന പാൽക്കടൽക്കു പിറന്ന ഞാൻ വാക്കുകൾക്കാരോടും ഇന്ന് തോൽക്കയില്ലത് നിശ്ചയമെന്ന് ലോകത്തിന് വിളിച്ചു പറഞ്ഞ പഞ്ചമിയുടെയും പാക്കനാരുടെയും പ്രത്യയശാസ്ത്രത്തിൻ്റെ കഥകളാണ് രായിരനല്ലൂർ. ഒരു 10-15 പ്രാവശ്യം ഇത് പറഞ്ഞു നോക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം പിടികിട്ടും എന്നാണ് പണ്ഡിതരോട് പാമരനായിരുന്ന നാരായണൻ പറഞ്ഞത്. അപ്പോൾ പണ്ഡിതൻ പാമരമാകുമ്പോൾ ഇത്തരം പല ഉത്തരങ്ങളാണ് ലോകത്തിന് നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കേണ്ടത്. എന്തിനാ ചോദിച്ചാൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടപൊരുതുക. അതാണ് കവിധർമ്മം. കവിധർമ്മവുമാണ്, കവിമർമ്മവുമാണ്, കവി കർമ്മവുമാണ്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാണാണതിമിരമില്ല, ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞുതിച്ചിറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല, നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൻ്റെ തുമ്പിച്ച വാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ജാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്ക് കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിലിക്കാലം ഒരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു. കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേക്ക കാമങ്ങൾ കല്ലുരുട്ടുന്നു. പൊട്ടിവലിയുന്ന ദിശമെട്ടുമുപശാന്തിയുടെ മൊട്ടുകൾ തിരഞ്ഞു നടകൊള്ളുകേ. ഓർമ്മയിലൊരു ഊടുവഴി വരരുചി പഴമയുടെ നേർവരയിലേക്കു തിരിയുന്നു. ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ വ്രതശുദ്ധി വടിവാർന്നൊരമ്മയൊന്നിച്ച് ദേവകൾ തുയിലുണരുമിട നാട്ടിൽ ദാരുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ. പുഴകൾ വെൺപാവിനാൽ വെൺമ നെയ്യും നാട്ടുപൂഴിപ്പഴപ്പുകളിലോതിരം കടകങ്ങൾ നേരിന്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കും വടുക്കിനി തിണ്ണയിൽ ഇരുളിന്റെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യമിമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഇറകളിളം തണ്ടിൽ ആത്മബോധത്തിന്റെ ഈണം കൊരുക്കുന്ന കടകപ്പൊന്തയിൽ പുള്ളും പരുന്തും കുരുതോല നാഗവും വള്ളുവച്ചിന്തു കേട്ടാടും വനങ്ങളിൽ. വള്ളുവച്ചിന്തു കേട്ടാടും വനങ്ങളിൽ ആടിമേഘം പുലപ്പെടി വേഷം കളഞ്ഞാവണി പൂവുകൾ നീട്ടും കളങ്ങളിൽ അടിയാർ പിറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നിസൂക്ത സ്വരിത യജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റുമുന്മതവാദ വിഭ്രമച്ചുഴികളിൽ അലഞ്ഞതും കാർമണ്ണിലുയിരിട്ടൊരാശമേലാരത്യമൂർജരേണുക്കൾ ചൊരിഞ്ഞതും. 12 മക്കളത്രേ പിറന്നു ഞങ്ങൾ 12 കയ്യിൽ വളർന്നു. 12 മക്കളത്രേ പിറന്നു നമ്മൾ 12 കയ്യിൽ വളർന്നു. കണ്ടാൽ അറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ 2 എന്ന ഭാവം തികഞ്ഞു. രാശി പ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണുപോയിട്ടോ ജന്മശേഷത്തിൻ്റെ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച തൃഷ്ണാർത്ഥമാം ദുർമതത്തിൻ മദനക്രിയായന്ത്രമോ ആദ്യബാല്യം തൊട്ടു പാലായി നൽകിയൊരാന്ത്യം കുടിച്ചും തെഴുത്തും മുതിർന്നവർ 10 കൂറായി കൂറ്റുറപ്പിച്ചവർ. 10 കൂറായി കൂറ്റുറപ്പിച്ചവർ എന്റെ എന്റെ എന്നാർത്തും കയർത്തും ദുരാചാര രൗദ്രത്തിനംഗം കുറിക്കുന്നതും കണ്ട് ഗൃഹചിദ്രഹോമങ്ങൾ തിമിർക്കുന്നതും കണ്ട്
പൊരുളിന്റെ ശ്രീമുഖം പൊലിയുന്നതും കണ്ട് കരളിൻ കയത്തിൽ ചുഴിക്കുത്തു വീഴവേ പൊട്ടിച്ചിരിച്ചും പുലമ്പി കരഞ്ഞും പുലഭ്യം പറഞ്ഞും പൊട്ടിച്ചിരിച്ചും പുലമ്പി കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുങ്കാലനത്തിയും ഇരുളും വെളിച്ചവും തിരമേച്ചു തുള്ളാത്ത പെരിയ സത്യത്തിന്റെ നിർവികാരത്വമായി ആകാശഗർഭത്തിൽ ആത്മതേജസ്സിന്റെ ഓംകാരബീജം തിരഞ്ഞും എല്ലാരും ഒന്നെന്ന ശാന്തിപാഠം തനിച്ചെങ്ങുമേ ചൊല്ലിത്തളർന്നും തേടിയലയുമാ ആത്മാക്കളോട് അദ്വൈതമുരിയാടി ഞാനിരിക്കുമ്പോൾ ഉറവിന്റെ കല്ലെറിഞ്ഞൂട പിറന്നവർ കൂകി ഉറവിന്റെ കല്ലെറിഞ്ഞൂട പിറന്നവർ കൂകി നാരായണത്തു ഭ്രാന്തൻ നാരായണത്തു ഭ്രാന്തൻ.